അമേരിക്കയെ സഹായിച്ചാൽ പ്രത്യാഘാതം കഠിനമായിരിക്കും. ഗൾഫ് രാജ്യങ്ങൾക്ക് കടുത്ത മുന്നറിയിപ്പുമായി ഇറാൻ. യുഎഇക്ക് നേരെ വമ്പൻ മിസൈൽ ആക്രമണ ശ്രമം. വ്യാപാര ബന്ധം വിച്ഛേദിച്ച് അബുദാബി. പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധമേഘങ്ങൾ. തെറ്റായ പ്രചരണങ്ങളെ തള്ളി യുഎഇ ഭരണം. അമേരിക്കൻ സൈന്യത്തിന് ഏതെങ്കിലും തരത്തിലുള്ള താവളമൊരുക്കാനോ സഹായങ്ങൾ നൽകാനോ മുതിർന്നാൽ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ വമ്പൻ തിരിച്ചടി ഉണ്ടാകുമെന്ന കടുത്ത ഭീഷണിയുമായി ഇറാൻ ഭരണകൂടവും സൈന്യവും രംഗത്ത്. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷത്തിന്റെ വിത്തുപാകി US ഇറാൻ പോരാട്ടം മുറുകുന്നതിനിടെയാണ് അയൽപ്പക്കത്തെ ഗൾഫ് രാജ്യങ്ങളെ പോലും ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള കടുത്ത മുന്നറിയിപ്പുമായി ഇറാൻ രംഗത്തെത്തിയിരിക്കുന്നത്. അമേരിക്കൻ സൈന്യത്തിന്റെ ഭാഗമാകാനോ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും രീതിയിലുള്ള സൈനിക നീക്കങ്ങൾക്ക് സഹായങ്ങൾ നൽകാനോ മുതിർന്നാൽ കടുത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നാണ് ഇറാന്റെ പ്രധാന മുന്നറിയിപ്പ്. പ്രത്യേകിച്ച് അമേരിക്കൻ യുദ്ധവിമാനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കാൻ സൗകര്യമൊരുക്കുന്നതും തങ്ങൾക്ക് നേരെ നടക്കുന്ന നീക്കങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നതും കടുത്ത കുറ്റകൃത്യമായി കണക്കാക്കുമെന്നും അതിന് അതിരൂക്ഷമായ മറുപടി നൽകുമെന്നും ഇറാനിയൻ സൈനിക വൃത്തങ്ങൾ തുറന്നടിക്കുന്നു. UAE ലക്ഷ്യമിട്ട് 2 വമ്പൻ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ഇറാൻ ആക്രമണ ശ്രമം നടത്തിയതോടെയാണ് പശ്ചിമേഷ്യൻ മേഖലയിൽ വീണ്ടും യുദ്ധഭീതിയും കടുത്ത സംഘർഷ അന്തരീക്ഷവും ഉടലെടുത്തിരിക്കുന്നത്. കടൽമാർഗമുള്ള ചരക്കു നീക്കങ്ങളെയും ചരക്ക് കപ്പലുകളെയും ലക്ഷ്യമിട്ടുണ്ടായ 2 പ്രത്യാക്രമണ ശ്രമങ്ങളും തങ്ങൾ വിജയകരമായി തടഞ്ഞതായി UAE പ്രതിരോധ മന്ത്രാലയവും ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ ഇത്തരം അനാവശ്യമായ ആക്രമണങ്ങളെയും ഭീഷണികളെയും തുടർന്ന് ഇറാനുമായുള്ള എല്ലാവിധ വ്യാപാര ബന്ധങ്ങളും സാമ്പത്തിക ഇടപാടുകളും പൂർണ്ണമായും നിർത്തിവെച്ചതായി UAE ഭരണകൂടം പ്രഖ്യാപിച്ചു. ഈ കടുത്ത സാമ്പത്തിക ഉപരോധ നടപടികൾക്ക് തൊട്ടു പിന്നാലെയാണ് ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ വീണ്ടും ഇറാൻ ഭീഷണിയുമായി എത്തിയിരിക്കുന്നത്. അതിനിടെ ഗൾഫ് മേഖലയിൽ നിലനിൽക്കുന്ന ഈ കലുഷിതമായ അന്തരീക്ഷത്തിനിടയിൽ പ്രചരിക്കുന്ന ചില വ്യാജ വാർത്തകൾക്കെതിരെയും UAE കടുത്ത ഭാഷയിൽ പ്രതികരിച്ചു. ഇറാൻ സ്വദേശികളുടെ വിസകൾ UAE കൂട്ടത്തോടെ റദ്ദാക്കുന്നതായും ഇറാന് സാമ്പത്തിക സഹായങ്ങൾ നൽകുന്നതുമായുള്ള രീതിയിൽ പ്രചരിക്കുന്ന റിപ്പോർട്ടുകൾ UAE പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് അൻവർ ഗർഗാഷ് പൂർണ്ണമായി നിഷേധിച്ചു. ഇത്തരം പ്രചരണങ്ങളിൽ യാതൊരുവിധ സത്യവുമില്ലെന്നും അടിസ്ഥാനരഹിതമായ വിവരങ്ങളാണ് പുറത്തുവരുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ അമേരിക്കയ്ക്ക് സാമ്പത്തികവും സൈനികവുമായ സഹായം നൽകുന്ന രാജ്യങ്ങളെ തങ്ങളുടെ ശത്രുപക്ഷത്ത് നിർത്തി ആക്രമിക്കാനാണ് ഇറാന്റെ തീരുമാനമെന്ന വിവരങ്ങൾ പുറത്തുവരുന്നതോടെ ഗൾഫ് മേഖലയിലാകെ കടുത്ത ഭീതിയാണ് പടരുന്നത്. അതേസമയം മാസങ്ങളായി പുകയുന്ന US ഇറാൻ പോരാട്ടത്തിന്റെ പ്രധാന കേന്ദ്രമായ ഹോർമൂസ് കടലിടുക്കിൽ ഇറാന് പണി കിട്ടിത്തുടങ്ങിയതായും റിപ്പോർട്ടുണ്ട്. തന്ത്രപ്രധാനമായ ഈ ജലപാതയുടെ പൂർണ്ണ നിയന്ത്രണം ഇറാന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും മേഖലയിൽ അമേരിക്കൻ നാവികസേന പൂർണ്ണ മേൽക്കൈ സ്ഥാപിച്ചുവെന്നുമാണ് കപ്പൽ ഗതാഗത ഡാറ്റകളെ ഉദ്ധരിച്ച് പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമമായ CNN പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത്. കപ്പൽ ഗതാഗതങ്ങളെക്കുറിച്ച് വിശദമായ പഠനം നടത്തുന്ന കെപ്ലർ എന്ന സ്ഥാപനത്തിന്റെ ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ 2 ആഴ്ചക്കിടെ ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോയ വാണിജ്യ കപ്പലുകളിൽ 80%-ലധികവും UN അംഗീകൃത ഒമാനി പാതയിലൂടെയാണ് യാത്ര ചെയ്തത്. ഈ പാതയിലൂടെയുള്ള യാത്രയെ ഇറാൻ കടുത്ത ഭാഷയിൽ എതിർക്കുകയും മുന്നറിയിപ്പുകൾ നൽകുകയും ചെയ്തിരുന്നുവെങ്കിലും അമേരിക്കൻ നാവികസേനയുടെ കരുത്തുറ്റ സംരക്ഷണത്തോടെ ഭൂരിഭാഗം എണ്ണക്കപ്പലുകളും ഇറാനെ പുല്ലുപോലെ തള്ളിപ്പറഞ്ഞ് വഴിമാറി പോവുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ.